തേങ്ങ വറുത്തരച്ച പോട്ടിക്കറി വെച്ച് നോക്കിയാലോ. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയാലും കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത്തിരി നന്നാക്കാൻ ഇച്ചിരി പണിയൊക്കെ ഉണ്ടാവും. ഈ കറുത്ത കറുത്ത പാടൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് വടിച്ച് നന്നാക്കി എടുക്കുക. ആദ്യം തന്നെ ഒന്ന് വെറുതെ ഒന്ന് വടിച്ചെടുക്കുക. പറിച്ച് കളയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളയുന്ന രീതിക്ക് പറ്റണതൊക്കെ അങ്ങനെ കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നന്നാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. അവിടെ നല്ല ചൂട് വെള്ളത്തിൽ ഇതൊന്ന് മുക്കി വെക്കണം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വടിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് കുടലുമേലൊക്കെ അഴുക്കുണ്ടാവും. അതൊക്കെ വടിച്ചെടുക്കാൻ വേണ്ടി ഇത്തിരി നേരം ചൂടുവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം പോരുവേ. ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി ക്ലീൻ ചെയ്യാവേ. ഞാനൊരു വലിയ കഷ്ണമൊക്കെയാണ് ഇത് നുറുക്കിയേക്കണത്. ആ കുടലുമേൽ നിന്നൊക്കെ കത്തി കൊണ്ട് വടിച്ച് കഴിയുമ്പോൾ അഴുക്കൊക്കെ പോകും. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി കഴുകിയിട്ട് കുക്കറിൽ അതേപടി എണ്ണ ഇട്ടിട്ട് ഒരു 5 വിസിലെങ്കിലും ഒന്ന് അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ അത് ചൂടാറിക്കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എളുപ്പത്തിൽ നുറുക്കാൻ പറ്റുമേ. അതിന് എല്ലാ കഷ്ണവും കൂടി ഞാൻ നുറുക്കിയെടുക്കണേ. നുറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ആദ്യം ഒരു ഇത്തിരി വിസിലടിച്ച് അതൊന്ന് വേവിച്ചത്, ഒരു 5 വിസിലടിച്ചത്. ഇനി അതിന് വേവുണ്ട്, ഒരു 8 വിസിലെങ്കിലും കുക്കറിൽ ഒന്നും കൂടി അടിക്കണം. ഈ നുറുക്കിയ കഷ്ണങ്ങളെല്ലാവരും കൂടി ഇട്ടിട്ട് ഒരു 2 സവാളയും ഒരു 5-6 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ അടിച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയത്തേക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് വറുത്ത് ചേർക്കാനായിട്ടാണ്. ആ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴേക്കാളും ഒരു 10-25 വെളുത്തുള്ളി അല്ലിയില്ലേ അത് മാത്രം ഇടുക. ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കാളും കുറച്ച് കറിവേപ്പില കൂടുതലായിക്കോട്ടെ കേട്ടോ. 10 അല്ലി ചുവന്നുള്ളിയും കൂടി അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. മൊരിഞ്ഞ് വരുമ്പോഴേക്കാളും 3 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി, ഞാൻ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴേക്കാളും ഒരു 1/2 സ്പൂണോളം തന്നെ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണോളം തന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. കുരുമുളക് പൊടി ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. അതങ്ങനെ വറുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞ ശേഷം. പോട്ടി ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ടായി. അതിനകത്തേക്ക് നമുക്ക് അരച്ചതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് വെച്ച് വെള്ളത്തിലൊന്ന് കഴുകിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ചിലർ പച്ചക്കായ, കൂർക്ക, കടലയൊക്കെ ചേർത്ത് കൊടുക്കും. കടലയൊക്കെ ഒന്ന് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കാളും കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളി കൂടുതൽ വേണേ വേപ്പിലയും കൂടി താളിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ക്രിസ്ത്യൻസിൻ്റെ അത്താഴം എന്നൊക്കെ പറയത്തില്ലേ, കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് പോട്ടിക്കറി വെക്കുന്നത് ഈ രീതിക്കാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് കപ്പയോടൊപ്പം കേട്ടോ ഈ പോട്ടിക്കറി എടുത്തേക്കുന്നത്.